സോണ്ട് ഓപ്പണിംഗ് സീനിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി ഗോക്കു തിരികെ വീണ്ടും ബ്ലാക്ക് മാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആൾക്ക് നേരെ കടന്നു വരികയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുയെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അല്പം പഞ്ചുകളിൽ നിന്ന് മാത്രം ഗോക്കു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒഴിഞ്ഞു മാറും. പക്ഷെ ബാക്കിയുള്ള പഞ്ചുകളിൽ കറക്റ്റായിട്ട് പെട്ടുപോയി. അവസാനത്തെ പഞ്ചിൽ തെറിച്ചുപോയി മരത്തിലിടിച്ച് താഴേക്ക് വീഴും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ ട്രെയിനിങ് അത് ശരിക്കും കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. നീ ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ട്രെയിനിങ് അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്ത മിഷൻ അത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോക്കുവിനെയും കൂട്ടി അകത്തേക്ക് കടന്നു വരും. അതിനുശേഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ സ്റ്റിച്ചിങ് മെഷീനിലിരുന്ന് ഇപ്പൊ ഗോക്കുവിന് ഒരു പുതിയ ഉടുപ്പ് അത് തയ്ക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ അത് നോക്കും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിന്റെ അളവിൽ കൃത്യമായിട്ട് ആ ഉടുപ്പ് തുന്നി ഇപ്പൊ ഗോക്കുവിന് ഇട്ട് കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് ഇട്ട് നോക്കും. അത് അവന് വളരെ കൃത്യമായിട്ട് പാകമാണ്. വാവ്, സത്യത്തിൽ ഇത് കറക്റ്റ് സൈസാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അറിയാം, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് അസൂയ തോന്നുന്നു. അതിനുശേഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവനെയും കൂട്ടി ഇപ്പോൾ ഒരു പ്രത്യേക റൂമിലേക്ക് വരികയാണ്. ഗോക്കു ആണെങ്കിൽ ആ റൂമിന്റെ ചുറ്റും നോക്കും. ഒരുപാട് ക്ലോക്കുകൾ. നിന്റെ അടുത്ത ട്രെയിനിങ് അത് ഇവിടെ വെച്ച് ആരംഭിക്കാൻ പോവാണ്. സോ നീ ഇത്തവണയെങ്കിലും കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ക്ലോക്കിന്റെ സൂചികളും വെച്ച് ഇപ്പോൾ ഒരു പവർ അതിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞൊടിയിടയിൽ അവിടെ ഒരു ദ്വാരം ക്രിയേറ്റ് ആവും. ഗോക്കു ആണെങ്കിൽ ഓടി വന്ന് അതിലൂടെ താഴേക്ക് നോക്കേണ്ട താമസം അവൻ അങ്ങനെ അതിലേക്ക് എടുത്ത് വീഴുകയാണ്. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. അവന്റെ ചുറ്റും ഒരുപാട് ക്ലോക്കുകൾ അങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നും. അങ്ങനെ സീൻ കട്ട് ചെയ്ത മാർഷൽ ആർട്സ് മാനെയും അതുപോലെ തന്നെ ഹാൻസം ബോയെയും കുഞ്ഞിപ്പയ്യനെയും മൊട്ടപ്പനെ എല്ലാവരെയും കാണിക്കും. അവരാണെങ്കിൽ മത്സരിച്ച് മാസ്റ്റർ കൊടുത്ത ട്രെയിനിങ് വലിയൊരു കല്ല് അതങ്ങനെ അവരുടെ ചുമലിൽ വഹിച്ചുകൊണ്ട് അവരങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ അതുകൊണ്ട് സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടും. പക്ഷേ മാർഷൽ ആർട്സ് മാന്റെ മനസ്സിലേക്ക് ഇപ്പോൾ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കടന്നു വരികയാണ്. ഗോക്കു ഒരിക്കലും ട്രെയിനിങ് അത് അവസാനിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. മാത്രമല്ല, ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ അപ്പുറം അവൻ സ്വന്തമായിട്ട് ചില ട്രെയിനിങ് ചെയ്തു. അങ്ങനെ അവൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അവനിപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിരിക്കുന്നത് പറയും. അതോർത്ത് ഇപ്പോൾ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ വലിയ കല്ല് അത് മുകളിലേക്കിട്ട് അതങ്ങനെ ഇടിച്ച് തകർക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ഇതുപറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കും. അതിനവൻ പറയും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഴപ്പം ഇനി വരാൻ പോകുന്ന മാച്ചാണ്. ഗോക്കു വേറെ ലെവലാണ്. സോ അവനുമായിട്ട് കോമ്പറ്റ് ചെയ്തേ പറ്റൂ. അവനെ എനിക്ക് തോൽപ്പിക്കണം. ചെയ്താ ഇവിടെ ബുൽമേൻ ടീമും ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് മാസ്റ്ററിനോട് പറയും. അവർ വളരെ ഹാർഡായിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അവരുടെ ലൈഫിനും ജീവനും തന്നെ ഇതൊക്കെ ത്രട്ടല്ലേ. ഈ യങ് ഏജിൽ അവർ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് മാസ്റ്റർ റോഷി പറയും, നിങ്ങൾ എല്ലാവരും ഗോക്കുവിനെ എക്സാമ്പിൾ ആയിട്ട് കാണണം. അവനും വളരെ ചെറിയ പയ്യനാണ്, പക്ഷേ അവനിപ്പോ വേറെ റേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. അത് അവന്റെ ഡിറ്റർമിനേഷൻ കൊണ്ടാണ്. എന്തിന്, ഞാൻ പോലും എൻ്റെ 5ാമത്തെ വയസ്സിൽ ഇതുപോലെ വലിയ വലിയ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമായിരുന്നു. മാത്രമല്ല, എൻ്റെ മാസ്റ്റർ അദ്ദേഹം വളരെ കണ്ണിങ് ആയിരുന്നു. എനിക്ക് ഉപയോഗിക്കാൻ ഷൂസ് ഉണ്ടായിരുന്നില്ല, നല്ല ഡ്രസ്സുകളോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ പതറ്റിക് കണ്ടീഷനിലാണ് ഞാൻ ട്രെയിനിങ് എടുത്തത്. ഒരിക്കൽ പോലും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ അസ്വസ്ഥനായിരുന്നില്ല. മാത്രമല്ല, എല്ലാവരെയും ഇംപ്രസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. എൻ്റെ മാസ്റ്ററിന്റെ ഏറ്റവും ബെസ്റ്റ് ശിഷ്യൻ അത് ഞാനായിരുന്നു പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മാസ്റ്ററിനെ ഓർത്ത് ഒത്തിരി അഭിമാനം. ബൊൽമയാണെങ്കിൽ മുകളിലേക്ക് നോക്കും. ഗോക്കു ഇപ്പോൾ ആ ഗാർഡുമായിട്ട് ഫൈറ്റ് ചെയ്യായിരിക്കുന്നു പറയും. കട്ട് ചെയ്ത ഇപ്പോൾ ഒരു കണ്ണാടി പയ്യൻ, അവനാണെങ്കിൽ ഒരു ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കുന്ന കുട്ടിയുടെ കുളിസീന് അതങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അവനങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് ഒളിഞ്ഞു നോക്കുന്ന അതേ സമയം നമ്മുടെ ഗോക്കു ആണെങ്കിൽ മുകളിൽ നിന്ന് വന്ന് അവന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കും. അത് കേട്ട ആ കണ്ണാടിക്കാരനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ പിടിച്ചു വലിച്ച് ഒരു ഭാഗത്ത് ഒളിപ്പിച്ചിരുത്തുകയാണ്. പെൺകുട്ടിയാണെങ്കിൽ ആ ശബ്ദം കേട്ട് ടെൻസ്ഡായി പതിയെ ആ കുളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ ഡ്രസ്സ് എടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ ആ കണ്ണാടിക്കാരനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഓ നോ, നീ കാരണം നല്ലൊരു കാഴ്ച അതെനിക്ക് നഷ്ടപ്പെട്ടു. ഇതെന്റെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറയും. ഗോക്കു ആണെങ്കിൽ ഇപ്പോ അവനോട് പറയും, എനിക്ക് നിങ്ങളെ കണ്ട് നല്ല പരിചയമുണ്ട്. അതിനവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എൻ്റെ പേര് റോഷി. ആക്ച്വലി ഞാനൊരു ഫൈറ്ററാണ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാസ്റ്റർ ഫൈറ്ററിന്റെ കീഴിലാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ശേഷം ഞാനാണ് അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായിട്ട് മാറാന്ന് പറയുമ്പോഴായിരിക്കും ഇപ്പോൾ വേറൊരു ടീം അവിടേക്ക് കടന്നു വരിക. ആക്ച്വലി ഈ ഒരാള് മാർഷൽ ആർട്സ് മാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സനാണ്. അവരുടെ കാലഘട്ടത്തിലേക്കാണ് ഇപ്പൊ നമ്മുടെ ഗോക്കു ടെലിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. ഗോക്കുവിനാണെങ്കിൽ ഏകദേശം കാര്യം മനസ്സിലാവും. പച്ച ഡ്രസ്സിട്ട ടീമാണെങ്കിൽ ഇപ്പോ നമ്മുടെ യങ് മാസ്റ്റർ റോഷിയെ വെല്ലുവിളിക്കും. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം ബാക്ക് പെയിൻ വന്ന് അവൻ താഴേക്ക് വീഴുകയാണ്. ആണെങ്കിൽ ആ കണ്ണാടിക്കാരനോട് പറയും, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ
മാസ്റ്ററിനെയും എനിക്കറിയാം. സത്യത്തിൽ പ്രസന്റ് വേൾഡിൽ എൻ്റെ മാസ്റ്റർ നിങ്ങളാണ് മാസ്റ്റർ റോഷി എന്ന് പറയും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കുകയാണ്. ഗോകുവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇപ്പോൾ നമ്മുടെ യങ് മാസ്റ്റർ റോഷി അവനെയും കൂട്ടി അവർ ട്രെയിനിങ് എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരും. അപ്പോൾ ആ മീശക്കാരൻ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഗോകുവിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കും. ഗോകു ആണെങ്കിൽ ആളോട് പറയും, ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. നിങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് എനിക്ക് സ്ട്രോങ് ആവണം. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. ആ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഗോകുവിനോട് പറയും, നിന്റെ ചലഞ്ച് അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട് ഇപ്പോൾ ആ ഗ്രീൻ മാൻ ആണെങ്കിൽ ആകെ ടെൻഷനാവും. ഓ നോ, മാസ്റ്റർ ഒരു കാരണവശാലും ഈ നുണങ്ങ് പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അത് മാസ്റ്ററിന് ചീത്തപ്പേരുണ്ടാക്കും. അവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം. പിന്നെ മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അതിൻ്റെ ആവശ്യമില്ല, അവൻ ഇൻവൈറ്റ് ചെയ്തത് എന്നെയാണ്. ഉറപ്പായാലും അവൻ അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഗോകു ആണെങ്കിൽ ഹാപ്പിയായി ഫൈറ്റ് ചെയ്യാനായിട്ട് വമ്പൻ ആക്ഷനൊക്കെ ഇടും. പക്ഷെ മാസ്റ്ററിന് യാതൊരു കൂസലുമില്ല. ഗോകു ആണെങ്കിൽ മാസ്റ്ററിനോട് ചോദിക്കും, എന്തു പറ്റി നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ലേ? അതിന് മാസ്റ്റർ പറയും, ഞാൻ നിനക്ക് മുൻപേ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു പൊസിഷനിൽ ഞാൻ നല്ല കംഫർട്ടബിൾ ആണ്. നിനക്ക് ധൈര്യമായിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യാം. കമോൺ ഷൂട്ട്. അത് കേൾക്കേണ്ട താമസം ഗോകു ആണെങ്കിൽ ചാടി വന്ന് ആളെ പഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോകുവിന്റെ ഓരോ പഞ്ചും ആൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും തെന്നി മാറിയും വെട്ടിത്തിരിഞ്ഞും ഇപ്പോൾ കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇടിയിൽ ഗോകു തെറിച്ചുപോയി അടിച്ചു വീഴും. മാസ്റ്ററിന്റെ അറ്റാക്കിൽ ഗോകുവിന്റെ കാറ്റ് പോയെന്ന് കരുതി എല്ലാവരും ഇപ്പൊ ഗോകുവിനെ തന്നെ നോക്കും. ഇതിൽ യാതൊരു അത്ഭുതവും ഇല്ല. നമ്മുടെ മാസ്റ്റർ അത്രയധികം പവർഫുൾ ആണ്. ഗോകു ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, ശരിക്കും നിങ്ങൾ നല്ല പവർഫുൾ ആണ്. തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാ മാസ്റ്റർ ചിരിക്കും. സത്യത്തിൽ നിന്റെ ഇത്രയും ചെറിയ പ്രായത്തിൽ നിനക്ക് ഇത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നീ ശരിക്കും ഒരു ഗ്രേറ്റ് വാരിയർ തന്നെയാണ്. എന്റെ ശിഷ്യരെ കഴിഞ്ഞും വളരെ സ്മാർട്ടും പവർഫുള്ളും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേൾക്കുമ്പോൾ ഗോകുവിന്റെ കോൺഫിഡൻസ് ഉയരും. മാസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരുപാട് കഴിവും പവറും ഉണ്ട്. ഹാർഡ് വർക്കും കോൺസെൻട്രേഷൻ കൊണ്ട് അവർക്കത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ റോഷിനെയും കൂട്ടി ഇപ്പോൾ വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വരികയാണ്. കോൺസെൻട്രേഷൻ കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം അത് രണ്ടായി ഭാഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ വലിയൊരു പവർ ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് നേരെ ഉപയോഗിച്ച് ആ വെള്ളച്ചാട്ടം രണ്ട് ഭാഗത്തേക്ക് പാർട്ടീഷൻ ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്നെ കൊണ്ടും ഇത് സാധിക്കും. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഒരുപാട് നേരമായി ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ജൂനിയർ റോഷി ആളാണെങ്കിൽ ഗോകുവിന് ട്രെയിനിങ് ഒക്കെ കണ്ടുമടുത്ത് ഇപ്പൊ അവിടെ കിടന്ന് ഹായ് ആയിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ പച്ചയും അവന്റെ ടീംമേറ്റ്സും അവർക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടാവില്ല. ഇവിടെ കുറച്ച് സ്ത്രീകളും പെൺകുട്ടികളും അവരാണെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് അത് ആ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് വീഴും. ഗോകു ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ക്യാച്ച് ചെയ്യും. ആ പെൺകുട്ടി അവൾ അവിടേക്ക് ഓടി വന്ന് ഗോകുവിനോട് പറയും, ആ സ്കാർഫ് എന്റേതാണ്, ദയവ് ചെയ്ത് അതെനിക്ക് തരണം. ഗോകു ആണെങ്കിൽ അത് അവൾക്ക് കൊടുക്കും. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഗോകുവിന്റെ മുഖത്തുണ്ടായ വെള്ളമൊക്കെ തുടക്കുകയാണ്. റോഷിക്കാണെങ്കിൽ അവളെ കണ്ട് സഹിക്കില്ല. അവൻ എന്റെ ശിഷ്യനാണ്, അവൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്ത് വന്ന് കൊഞ്ചി കുറുവി അങ്ങനെ നിൽക്കും. പക്ഷെ ആ ഒരു സുന്ദരിയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവിടുന്ന് കടന്നു പോവാണ്. റോഷിയാണെങ്കിൽ അവളുടെ പിന്നാലെ പോയി അവൾ തൊടുന്ന മരത്തിനെ പോലും ആഞ്ഞ് കിസ് ചെയ്യാണ്. അടുത്ത നിമിഷം ആ പെൺകുട്ടിയുടെ മുൻപിലേക്ക് പച്ചയും അവന്റെ ടീംമേറ്റ്സും അവർ കടന്നു വരും. പച്ചയാണെങ്കിൽ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. അതിനവളാണെങ്കിൽ അവനെ കളിയാക്കി കോകറി കാണിക്കുകയാണ്. അടുത്ത നിമിഷം അവളുടെ വയറ്റിൽ ആഞ്ഞടിച്ച് അവളുടെ തലയ്ക്കൊരു കിഴുക്ക് കൊടുത്ത് അവളെ ബോധം കെടുത്തി അവളെ തൂക്കിയെടുക്കും. റോഷിയാണെങ്കിൽ അവളെ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ പച്ചയാണെങ്കിൽ റോഷിയെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. നിന്റെ കൂടെയുള്ള ആ ചിമിട്ട് പയ്യൻ ഗോകു അവനോട് എന്റെ അടുത്തേക്ക് വരാൻ പറ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവളുമായിട്ട് കടന്നു പോകും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ മാർഷൽ ആർട്സ് മാൻ പറയും, ഗോകു ഉള്ളത് ഗോപുരത്തിന് മുകളിലാണ്, അവിടെ വെച്ചാണ് അവർ ട്രെയിനിങ് എടുക്കുന്നത്, സോ എനിക്കും അവിടേക്ക് പോകണമെന്ന് പറയും. കട്ട് ചെയ്ത വീണ്ടും ഗോകുവിനെ കാണിക്കും. ജൂനിയർ മാസ്റ്റർ റോഷിയാണെങ്കിൽ ഗോകുവിന്റെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ ബ്രിഡ്ജൊക്കെ കടന്ന് ഇപ്പൊ പച്ചയുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ്, നീ മര്യാദയ്ക്ക് എന്നോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവളെ ഞങ്ങളൊന്നും ചെയ്യില്ല, എനിക്ക് നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഗോകുവും പച്ചയാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത നിമിഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ്. പച്ചയാണെങ്കിൽ ഗോകുവിനെ ഇടിച്ചു തെറിപ്പിക്കും. പക്ഷെ ഗോകു അവന്റെ ഫുൾ പവർ എടുത്ത് തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ നിമിഷം അവരാണെങ്കിൽ ആ സ്ഥലം മുഴുവൻ തീയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഗോകുവിനും ജൂനിയർ റോഷിക്കും അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആ തീയിൽ പെട്ടുപോകും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പവർ അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ തീ മുഴുവൻ അവിടെ അണഞ്ഞു പോവാണ്.
പച്ചയുടെ ടീമിലുള്ളവരാണെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം അവരുടെ മാസ്റ്റർ അവിടേക്ക് വന്ന് അവരെ തടയാണ്. പച്ചയാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനോട് ക്ഷമ പറയും. അതിന് മാസ്റ്റർ ദേഷ്യപ്പെട്ട് ോടും അവന്റെ ശിങ്കടികളോടും ഇപ്പൊ തന്നെ അവരുടെ ട്രെയിനിങ് പ്ലേസ് വിട്ട് കടന്നു പോകാനായിട്ട് പറയും. അത് കേട്ട് ആ പച്ചയാണെങ്കിൽ പൊട്ടിക്കരയാണ്. മാസ്റ്റർ ആണെങ്കിൽ ആ പെൺകുട്ടിയോട് ക്ഷമ പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ ജൂനിയർ റോഷിയുടെ സഹായത്താൽ വീണ്ടും ആ ഒരു വാട്ടർഫോൾ അതിനെ പുലർത്താൻ ശ്രമിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.